ഹായ് ഹലോ വെൽക്കം ടു നാടൻ ടേസ്റ്റി കുക്കിംഗ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കറി തയ്യാറാക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 വലിയ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് നെടുകെ കീറിയത് 3 എണ്ണം, പിന്നെ കുറച്ച് കറിവേപ്പില. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, ഉപ്പ് 2 ടീസ്പൂൺ, 2 കപ്പ് തേങ്ങാപ്പാല്, വെളിച്ചെണ്ണ 2.5 ടേബിൾ സ്പൂൺ, കടുക് 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെക്കുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് നെടുകെ കീറിയതും ചേർത്തിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതുപോലെ സവാളയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം അപ്പം ഏറ്റവും ലോയിലോട്ട് ആക്കുക. എന്നിട്ട് ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി തക്കാളി പീസസ് കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പം ടോട്ടൽ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് തക്കാളിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം 2 കപ്പ് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. അപ്പം ഫ്ലെയിം ഇത്തിരി കൂട്ടി വെക്കാം കേട്ടോ. തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തിള വരുമ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതെ, നമ്മളുടെ കറിയൊക്കെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കണതുകൊണ്ട് ഇത്രയ്ക്കൊരു ഗ്രേവിയിൽ ഇരുന്നോട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഗ്രേവിക്ക് ഒന്നും കൂടി ഒന്ന് തിക്കായി വരും. ഇപ്പം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് കറിവേപ്പില കൂടി തൂക്കി കൊടുക്കാം. ഇത് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.